ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്ന് വന്ന വീക്കെൻഡ് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വന്ന വീക്കെൻഡ് പ്രൊമോ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീക്കെൻഡ് പ്രൊമോയാണ് വന്നത്. നിസ്സാരമായ കുറച്ച് കാര്യങ്ങളാണ് അതിൽ കാട്ടിയിട്ടുള്ളൂ. ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വീക്കെൻഡ് പ്രൊമോ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയോ തന്നെ ഒരു ഫുള്ളായിട്ടൊരു വീക്കെൻഡ് പ്രൊമോ വരുമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വന്ന വീക്കെൻഡ് പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഘവനുണ്ണി എന്ന് പറഞ്ഞൊരു ആ വ്യക്തി എത്ര കിട്ടിയാലും പഠിക്കാത്ത, അതായത് വളരെ വളരെ ക്രൂരനായ ഒരു അച്ഛൻ എന്ന നിലയ്ക്കും ഒരു രീതിയിൽ നമുക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ പ്രൊമോയിൽ കാണാം, അർജുനെ അയാൾ ബെൽറ്റ് വെച്ച് അടിച്ച് തല്ലിച്ചതയ്ക്കുന്ന ഒരു സീന്. അയാൾക്ക് ഇത്രയും പ്രായമുള്ള ഒരു മകനാണെന്നും ആ മകന് സ്വന്തമായിട്ട് തീരുമാനങ്ങളുണ്ട് എന്നും മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബുദ്ധിയോ വിവേകമോ അയാൾക്കില്ല എന്നാണ് ആ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതായത് സ്വന്തം മകന് സ്വന്തം ഒരു ഇഷ്ടമുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാൻ പോലും അനുവാദം കൊടുക്കാത്ത ഒരച്ഛൻ, അയാളെ അച്ഛനെന്ന് പോലും വിളിക്കാനായിട്ട് പറ്റത്തില്ല. വല്ലാത്ത ജാതി ഒരു മനുഷ്യൻ തന്നെയാണ് ഈ രാഘവനുണ്ണി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇത്രയേറെ കാര്യങ്ങൾ അയാൾക്ക് തിരിച്ചടികൾ കിട്ടിയിട്ടും നാണം കെട്ട് നാശമായിട്ടും പുള്ളി അത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ടും അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തല്ലി നമ്മുടെ അർജുൻ്റെ മനസ്സിലും അതുപോലെ അർജുൻ്റെ ജീവിതത്തിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെയൊരു ചിന്തയാണ് എനിക്ക് ഇന്ന് വീക്കെൻഡ് പ്രൊമോ വന്നപ്പോൾ ആദ്യമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. എന്താണെങ്കിലും വീക്കെൻഡ് പ്രൊമോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അഞ്ജലി അർജുൻ തമ്മിലുള്ള വിവാഹം നടന്നിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ച രീതിയിലല്ല നടന്നത്, പക്ഷേ അതിൻ്റേതായ ചില സാഹചര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരിക്കലും അർജുൻ അഞ്ജലി വിവാഹം ഒരു പൊതുവായി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. അതിനൊരിക്കലും ജീവനോടെ ഇരിക്കുമ്പോൾ രാഘവനുണ്ണിയും കുറുപ്പും കാർത്തിക്കും കാവ്യയും ഒന്നും സമ്മതിക്കാനും പോകുന്നില്ല. ഒരു ദൈവത്തിൻ്റെ ഒരു വിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയാം. ഇന്ന് ആ ഒരു സാഹചര്യത്തിൽ അവർ ഈ സമൂഹ വിവാഹം നടത്തുന്ന ആ ഒരു മണ്ഡപത്തിൽ എത്തുകയും അവിടെ വെച്ച് അർജുൻ അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടി സിന്ദൂരമൊക്കെ അണിയിച്ച മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇതല്ലാതെ വേറെ വഴികൾ ഇനിയാണെങ്കിലും രഹസ്യമായിട്ട് അഞ്ജലിനെ വിവാഹം കഴിക്കാൻ മാത്രമേ അർജുന് പറ്റത്തുള്ളൂ. ഒരിക്കലും അല്ലാതെ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ഒരു സീനായിരുന്നു അഞ്ജലി അർജുൻ ആ ഒരു വിവാഹം എന്ന് പറയുന്നത്. അഞ്ജലിയുടെ അച്ഛനും അമ്മയും ആര്യയും അങ്ങനെ എല്ലാവരും ചുറ്റും വേണമെന്ന്, രാഘവനുണ്ണിയുടെ ഉൾപ്പെടെ സമ്മതത്തോടു കൂടിയൊക്കെ ചെയ്യണമെന്ന് എല്ലാം നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ആഗ്രഹമുള്ള പോലെ. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും ദൈവനിശ്ചയം പോലെ ഇന്നത് നടന്നിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ നമ്മൾ കാണുന്നത് എന്നിട്ടും കലിപ്പടങ്ങാത്ത കാവ്യയാണ്. ഈ രാഘവനുണ്ണി, കുറുപ്പ്, കാവ്യ, കാർത്തിക് ഇവരൊക്കെ ഒരു ചരടിൽ കെട്ടാവുന്ന ആളുകളാണ്. അവരുടെ സ്വഭാവ സവിശേഷതകൾ ഒരു കുടുംബത്തിൽ നിന്ന് ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞു പോകുന്ന രീതിയിൽ ഒരുപോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ കാവ്യ ഇന്ന് കാണുന്നത് ഈ കുറുപ്പിനോട് പറയുകയാണ്, നിങ്ങൾ കുറേ ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കി നിർത്തിയിട്ട് അവർക്ക് അഞ്ജലിയെ പിടിക്കാനോ പത്മയെ പിടിക്കാനോ കല്യാണം നടത്താനോ ഒന്നും കഴിഞ്ഞില്ല. കാർത്തിക്കിൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഇത് മുടങ്ങിപ്പോയതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, എനിക്ക് അഡ്വക്കേറ്റ് അഞ്ജലിയുടെ മുമ്പിൽ അർജുൻ്റെ ഒപ്പം സന്തോഷിച്ച് ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കണം. ഞാനും അർജുനും തമ്മിൽ ജീവിക്കുന്നത് കണ്ട് ഉരുകി തീരണം എന്ന്
ആ ഒരു വാശിയിൽ കാവ്യ പറയുന്നതാണ്. അത് സാധിച്ചു തരാനായിട്ട് അച്ഛനെ കൊണ്ട് പറ്റുമോ എന്ന് കുറുപ്പിനോട് കാവ്യ ചോദിക്കുകയാണ്. അപ്പോൾ മറുപടിയില്ലാതെ കുറുപ്പ് നിൽക്കുകയാണ്. അതിനു മുമ്പും പ്രോമിസ് ചെയ്തിട്ടുണ്ട് കുറുപ്പ്, അർജുനെ സ്വന്തമാക്കി കാവ്യയ്ക്ക് കൊടുക്കും, അതിന് ഏതറ്റം വരെയും പോകുമെന്നൊക്കെ. ഇപ്പം എന്താണെങ്കിലും കാവ്യ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു നിമിഷം ഒരു മറുപടി ഇല്ലാതെ നിൽക്കുന്ന ഒരു കുറിപ്പിനെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വീക്കെൻഡ് പ്രൊമോയിൽ നമ്മൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത്, ഈ വിവാഹം കഴിയുന്ന സമയത്ത് ഓൾറെഡി ഗുണ്ടകളെല്ലാം അവിടെ നിന്ന് പോയിരുന്നു. ഈ അവർ സിന്ദൂരൊക്കെ അണിയിച്ച് മാലയൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആ സമയത്ത് നമ്മൾ ഓൾറെഡി എപ്പിസോഡ് കണ്ടിരുന്നു. അവർ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഗുണ്ടകളൊക്കെ. അപ്പോൾ കുറച്ചൊരു സേഫ് സോണിലെത്തി. അതിനുശേഷം അഞ്ജലിയും അർജുനും പുറത്തിറങ്ങിയതിന് ശേഷം അഞ്ജലിക്കാണ് എന്ത് പറയണമെന്ന് അറിയത്തില്ല, അർജുനാണെങ്കിലും എന്ത് പറയണമെന്ന് അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഓൾറെഡി നമ്മുടെ അർജുൻ മനസ്സ ഒരു ഭാര്യയായി നമ്മുടെ അഞ്ജലി ഓൾറെഡി സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ ഒരു രീതി തന്നെയാണ് നമ്മുടെ അർജുൻ അഞ്ജലിയെ കാണുന്നത്. പെണ്ണും പിള്ള എന്നാണല്ലോ ഓൾറെഡി നമ്മുടെ അഞ്ജലിയുടെ നമ്പർ സേവും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അർജുൻ മനസ്സ ആഗ്രഹിച്ച് തന്നെയാണ് ആ താലി നമ്മുടെ അഞ്ജലിയുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ പുറത്തിറങ്ങി വളരെ വിഷമിച്ച് നിൽക്കുന്ന അഞ്ജലി അർജുനെ നമുക്ക് കാണാം. അഞ്ജലി വന്നിട്ട് നമ്മുടെ അർജുനോട് പറയാണ്, താൻ ഈ കെട്ടിയ സംഭവത്തിൻ്റെ പേര് മംഗല്യ സൂത്രം എന്നാണ്, അതിൻ്റെ അർത്ഥം തനിക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അർജുന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് അർജുനോട് അഞ്ജലി പറയാണ്, ഈ മംഗല്യ സൂത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വിവാഹത്തിനുള്ള മംഗളങ്ങൾ നേർന്നുകൊണ്ടുള്ള ഒരു സൂത്രം, ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ താലിക്ക് അത്ര ശക്തിയുണ്ട്, ഒരു തവണ കെട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിനെ മനസ്സാ ഭാര്യയെ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അർജുൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ പറയാണ്. അർജുൻ പറയാൻ പോകുന്നത്, ഞാനത് മനസ്സാൽ അഞ്ജലിയെ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചുകൊണ്ട് തന്നെ കെട്ടിയതാണ്. ഇപ്പോൾ കല്യാണം ഞാൻ നിന്നെ കെട്ടിയ ഉടനെ തന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനോ അല്ല ഒരുമിച്ച് കഴിയാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അഞ്ജലിയെ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ മനസ്സിൽ ദൈവത്തെയും അതുപോലെ എൻ്റെ മാതാപിതാക്കളെയും എല്ലാവരെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നിൻ്റെ കാര്യത്തിൽ ഞാനത് കെട്ടിയത്. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അഞ്ജലിക്കൊപ്പം മാത്രമായിരിക്കും എന്ന് അർജുൻ പറയും ആ നിമിഷം. അത് കേൾക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ടെൻഷൻ ഒരു പകുതിയൊക്കെ നമ്മുടെ അഞ്ജലിക്ക് മാറുമായിരിക്കും. ഇതിന് ശേഷമാണ് അഞ്ജലിയും, വണ്ടിയൊക്കെ ഓൾറെഡി ഇല്ല കയ്യിൽ, വണ്ടിയെല്ലാം മറ്റേ സ്ഥലത്ത് പഴയ മറ്റേ കുറുപ്പിൻ്റെ സ്ഥലത്ത് കിടക്കുകയാണ്. അപ്പോൾ വണ്ടിയൊന്നുമില്ല. അവർ ഓട്ടോയിൽ കയറി അഞ്ജലിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സീനാണ് കാണുന്നത്. അവിടെ വെച്ച് ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യം, പ്രൊമോ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യം, അർജുൻ അഞ്ജലിയും കൊണ്ട് ഈ വിവാഹത്തിൻ്റെ സെറ്റപ്പ്, ആ വേഷത്തിലും സെറ്റപ്പിലും തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലും എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഡ്രസ്സ് ഓൾറെഡി മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അഞ്ജലി, ഡ്രസ്സൊക്കെ ഓൾറെഡി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് അർജുൻ തിരിച്ചു പോയി എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയെങ്കിലും ഒരാളൊരു കാര്യം ശ്രദ്ധിച്ചു, അത് ആര്യയാണ്. ആര്യ നോക്കുമ്പോൾ സിന്ദൂരം അണിഞ്ഞിട്ടുണ്ട് അഞ്ജലി. അപ്പോൾ അതിനെപ്പറ്റി അഞ്ജലിയോട് ആര്യ ചോദിക്കുന്ന ഒരു സീൻ നമുക്ക് കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിക്കവാറും അഞ്ജലി ആര്യയോടുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ആകെ ഞെട്ടിപ്പോകും നമ്മുടെ ആര്യ. അപ്പോൾ അങ്ങനെ സീൻ കാണുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പ്രൊമോയിൽ കാട്ടിയ സീനാണ് നമ്മളെ ശരിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമവും എല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ അർജുനെ ഈ രാഘവനോട് തല്ലി ചതയ്ക്കുന്ന ഒരു സീനാണ് കേട്ടോ. അർജുൻ വീട്ടിലേക്ക് ശംഖുചക്രത്തിലേക്ക് തന്നെ ചെല്ലുകയാണ്, വേറെ എവിടേക്ക് പോകാനാണല്ലേ. അപ്പോൾ ശംഖുചക്രത്തിലേക്ക് ചെല്ലുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി ഈ രാഘവനുണ്ണി വരികയാണ്. കട്ടക്കലിപ്പിലാണ് മുഖം ഇരിക്കുന്നത്. അയാളിങ്ങനെ കൈ പുറകോട്ട് ഇങ്ങനെ ഒളിച്ചു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു ബെൽറ്റ് ഇരിക്കുകയാണ്. എന്നിട്ട് അർജുൻ അവിടെ ഇട്ട് തല്ലി ചതയ്ക്കുകയാണ്. അതാണ് നമുക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പം അനുപമയും ആ ഒരു സമയത്ത് അവിടെയുണ്ട്. വല്ലാത്തൊരു കഷ്ടം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വല്ലാത്തൊരു കഷ്ടം തോന്നുകയാണ്. ഇത്രയേറെ തിരിച്ചടികൾ കിട്ടിയിട്ടും അർജുൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ഈ രാഘവനുണ്ണിക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അയാൾക്ക്
അയാളുടെ ദുർവാശികളെല്ലാം നടപ്പിലാക്കണം. അതിപ്പോൾ സ്വന്തം മകനായാലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും അയാളുടെ ഇഷ്ടങ്ങളെ ശംഖുചക്രത്തിൽ നടക്കാനായിട്ട് പാടുള്ളൂ എന്നൊരു വല്ലാത്ത ജാതി മനുഷ്യൻ തന്നെയാണ് ഈ രാഘവനുണ്ണി എന്നാണ് നമുക്ക് തോന്നിയത്. പാവം നമ്മുടെ അർജുനെ തല്ലിച്ചതയ്ക്കുന്നുണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി പ്രൊമോയിൽ. എന്താണെങ്കിലും അടുത്ത വീക്ക് കുറച്ച് സംഭവവികാസങ്ങൾ നിറഞ്ഞ എപ്പിസോഡുകളാണെന്ന് ഉറപ്പാണ്. എന്താണെങ്കിലും കാത്തിരിക്കുക അടുത്ത ആഴ്ച എപ്പിസോഡുകൾക്ക് വേണ്ടി. ഇടയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊമോ വരുമ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.